സർ, ഈ അടിയന്തര പ്രമേയത്തെ ഞാൻ ശക്തമായി എതിർക്കുകയാണ്. സർ, കേരളം സാമ്പത്തിക വെല്ലുവിളികളോട് ധൈര്യത്തോടെ നേരിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂണിയൻ സർക്കാർ കാണിക്കുന്ന സാമ്പത്തിക വിവേചനം, വരുമാന ചെലവുകളിലെ അസന്തുലിതാവസ്ഥ, സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാരങ്ങൾ ഇവയെല്ലാം ഉള്ളപ്പോഴും സർക്കാർ ധനകാര്യത്തെ നിയന്ത്രണ വിധേയമാക്കാനും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാനും വിജയകരമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നതാണ് നമ്മുടെ അനുഭവം. നികുതി പിരിക്കുന്നതിന് വിവിധ മേഖലകളിൽ കാര്യക്ഷമമായ പ്രവർത്തനം വഴി സംസ്ഥാനത്തിൻ്റെ സ്വന്തം വരുമാനം വർഷം തോറും ഉയർത്താൻ കഴിഞ്ഞിരിക്കുന്നു. അതിന് ഡിജിറ്റൽ സംവിധാനം വ്യാപകമാക്കിയതോടെ നികുതി ചോർച്ച കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. സാമൂഹ്യ ക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് തന്നെ ചിലവിൻ്റെ കാര്യക്ഷമത വിനിയോഗം ഉറപ്പാക്കുന്ന രീതിയിൽ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രൊജക്റ്റ് അടിസ്ഥാനത്തിലുള്ള വായ്പാ വിനിയോഗം, പൊതുവിതരണ സംവിധാനത്തിൻ്റെ സുതാര്യത, ട്രഷറി ഓൺലൈൻ സംവിധാനങ്ങൾ, പെൻഷൻ ശമ്പള വിതരണം എന്നിവയിലൊക്കെ സമയബന്ധിത ഇടപെടലുകൾ നടത്തി നാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ധനകാര്യ മാനേജ്മെൻറ്റിനെ ശക്തമാക്കിയത് ജനാധിപത്യ മൂല്യങ്ങൾക്കും സാമൂഹിക നീതിക്കുള്ള പ്രതിബദ്ധതയുമായാണ്. ക്ഷേമരാജ്യത്തിൻ്റെ ആശയം വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ സാമ്പത്തിക ക്രമശീലവും വളർച്ചയും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ബജറ്റ്. സർ, കേരളത്തിൻ്റെ ശക്തമായ ധനകാര്യ മാനേജ്മെൻറ്റ് നമ്മുടെ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു അടിത്തറയാണ്. ഡിജിറ്റൽ സാങ്കേതികവിദ്യ, പരിസ്ഥിതി സൗഹൃദ നിക്ഷേപങ്ങൾ, സ്വയം പര്യാപ്ത വ്യവസായങ്ങൾ തുടങ്ങിയവ ശക്തമാക്കിക്കൊണ്ട് ധനകാര്യ ശക്തി കൂടുതൽ ഉറപ്പാക്കുന്നതാണ് കേരളത്തിൻ്റെ സാമ്പത്തിക ആത്മവിശ്വാസത്തിൻ്റെ സാക്ഷ്യം. കേരളത്തിൻ്റെ വികസന അനുഭവങ്ങൾ പലതരത്തിൽ അദ്വിതീയമാണ്. വികസന വിജ്ഞാന സാഹിത്യത്തിൽ കേരളത്തെപ്പോലെ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു ഭൂപ്രദേശമില്ലെന്ന് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അന്തസ്സോടെയും ആരോഗ്യത്തോടെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, സാർവത്രിക സാക്ഷരത, ഉയർന്ന ആയുർദൈർഘ്യം, താഴ്ന്ന ശിശുമരണ നിരക്ക്, ജന്മിത്വത്തെ തകർത്തെറിഞ്ഞ ഭൂപരിഷ്കരണം, അടിസ്ഥാന ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യക്ഷമമായ പൊതുമേഖലാ സംവിധാനങ്ങളുടെ സജീവവും വ്യാപകവുമായ സാന്നിധ്യം, നാട്ടിൻപുറവും നഗരവും തമ്മിൽ വലിയ അന്തരമില്ലാത്ത സാഹചര്യം തുടങ്ങി ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളോട് പോലും കിടപിടിക്കുന്ന കേരളത്തിൻ്റെ നേട്ടങ്ങൾ അനവധിയാണ്. വൻകിട വ്യവസായവൽക്കരണമില്ലാതെ ഇത്രയേറെ മാനവീയ നേട്ടങ്ങൾ കൈവരിച്ച ഒരു സമൂഹം ലോക ചരിത്രത്തിൽ തന്നെ അപൂർവമാണെന്ന് ഈ മേഖലയിൽ പഠനം നടത്തിയ ഒട്ടേറെ വിദഗ്ധർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മുന്നേറ്റത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനവും മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യ സുരക്ഷയും ഭക്ഷ്യസുരക്ഷയും സാമൂഹ്യ സുരക്ഷയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തടക്കം സമൂല മാറ്റവും ഉറപ്പാക്കി കേരളം സർവതല സ്പർശിയായ വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ധനമേഖലയെ ധനമൂലധന ശക്തികൾക്ക് വിട്ടുകൊടുക്കാൻ കേന്ദ്ര BJP ഭരണത്തിൽ തുടർച്ചയായ നീക്കങ്ങൾ നടത്തി വരുന്നത് നാം കാണാതിരുന്നുകൂടാ. പുനർഗേഹം പദ്ധതിയിലൂടെ ഇതുവരെ 3000-ലധികം വ്യക്തിഗത ഭവനങ്ങളുടെയും 400ഓളം ഫ്ലാറ്റുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് 30 ലക്ഷത്തിലധികം പേർക്ക് ഏകദേശം 7000 കോടി രൂപയുടെ ചികിത്സ സൗജന്യമായി ലഭ്യമാക്കിയിട്ടുണ്ട്. കാരുണ്യ ബനവലൻ്റ് ഫണ്ട് വഴി 475 കോടിയോളം രൂപയുടെ സഹായവും നൽകാൻ സാധിച്ചിട്ടുണ്ട്. മികച്ച ധനകാര്യ മാനേജ്മെൻറ്റ് കൊണ്ട് 70%-ലധികം നികുതി വർദ്ധിപ്പിച്ചാണ് കേരളം കേന്ദ്രമടിച്ചേൽപ്പിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. വയനാട് ദുരന്തബാധിതരെ നിരന്തരം കേന്ദ്ര സർക്കാർ അവഗണിച്ചിട്ടും അവർക്കാവശ്യമായ എല്ലാവിധ സഹായങ്ങളും നൽകുകയും ടൗൺഷിപ്പിൻ്റെ പ്രവൃത്തി ദ്രുതഗതിയിൽ
പുരോഗമിക്കുകയും ചെയ്യുന്നത് സഹിക്കാനാവാത്തതിലാണോ നിങ്ങൾ ധനകാര്യ വകുപ്പിനെ കുറ്റം പറയുന്നത് എന്ന് സാന്ദർഭികമായി ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസിപ്പ് പദ്ധതി പ്രകാരം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 1 വരെ 1.25 ലക്ഷത്തോളം പേർ ഏതാണ്ട് 2063.6 കോടി രൂപയുടെ ക്ലെയിം സമർപ്പിച്ചതായാണ് അറിയാൻ കഴിഞ്ഞത്. ഇങ്ങനെ ജീവനക്കാർക്ക് ആശ്വാസം നൽകുന്നതാണോ സർക്കാർ ചെയ്ത തെറ്റ്? കഴിഞ്ഞ ഓണക്കാലം സമൃദ്ധമായി ആഘോഷിക്കുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികൾ നിങ്ങൾക്കറിയില്ലേ? 6 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് സൗജന്യ ഓണക്കിറ്റ് നൽകിയതോടൊപ്പം ഓണച്ചന്തകളുടെ മുൻപൊരിക്കലുമില്ലാത്ത വിധം ഭക്ഷ്യസാധനങ്ങൾ സാധാരണക്കാരൻ്റെ വീടുകളിൽ എത്തിച്ചില്ലേ? സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 3% DA വർധനയും ഉത്സവബത്തയും ബോണസും വർദ്ധിപ്പിച്ചു നൽകിയത് ഈ സർക്കാർ തന്നെയല്ലേ? തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1200 രൂപ ഓണസമ്മാനം നൽകിയത്, ഭാഗ്യക്കുറി ഏജന്റുമാർക്ക്, കരാർ തൊഴിലാളികൾക്ക്, അങ്ങനെ സമൂഹത്തിന്റെ നാനാവിഭാഗം ജനങ്ങളിലേക്കും സഹായം എത്തിക്കുന്നതിന് ഈ സർക്കാർ കഴിഞ്ഞിട്ടുണ്ട്, ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടിയന്തര പ്രമേയത്തെ ഞാൻ ശക്തമായി എതിർക്കുകയാണ്.